പുരുഷന്റെ ജീവിതത്തില് ഒന്നാം സ്ഥാനം ഭാര്യയ്ക്കാണോ അതോ അമ്മയ്ക്കാണോ? ഉത്തരം പറയാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യത്തിന് പോലും യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. കാരണം ഇതൊരു മത്സര ഇനമേ അല്ല. എന്നാൽ ഇത് തിരിച്ചറിയാത്ത, അതായത് ഭാര്യയ്ക്കും അമ്മയ്ക്കും കൊടുക്കുന്ന സ്ഥാനവും സ്നേഹവും വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കാത്ത ചില അമ്മമാര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ ചില ഭാര്യമാരുമുണ്ട്. അതായത് സ്വന്തം മകൻ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നതും കരുതുന്നതും ഒക്കെ കണ്ടിട്ട് മകന്റെ മനസ്സിൽ തന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു, അതിന് കാരണക്കാരി മരുമകളാണ് എന്നൊക്കെ ചിന്തിച്ച് പല രീതിയിലും മരുമകളെ അധിക്ഷേപിക്കാനും ഉപദ്രവിക്കാനും വേദനിപ്പിക്കാനും ഒക്കെയായി ഇറങ്ങിത്തിരിക്കുന്ന അമ്മമാര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും തന്റെ ഭർത്താവ് അമ്മയെ സ്നേഹിക്കുന്നതും കരുതുന്നതും ഒക്കെ കണ്ടിട്ട് അത് സഹിക്കാൻ പറ്റാതെ അവിടെ പ്രശ്നമുണ്ടാക്കുന്ന ചില ഭാര്യമാരുമുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇതിനിടയിൽ നിൽക്കുന്ന മകൻ, ഭർത്താവ്, ഇങ്ങനെ രണ്ട് റോളുകളുള്ള പുരുഷനാണ്. അത് പലപ്പോഴും ആ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന സ്ത്രീ, അത് ഭാര്യയായാലും അമ്മയായാലും അവർ മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ കാര്യം. വൈകാരികമായി വളരെ വീക്കായിട്ടുള്ള ഒരു പുരുഷനാണെങ്കിൽ ഇത്തരം അവസ്ഥയിൽ പെട്ടുപോയാൽ അത് അയാളെ കഠിനമായ മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടും. ആരോഗ്യത്തെ വരെ വളരെ ദോഷകരമായി ബാധിക്കും. ഒരുപക്ഷെ ജീവിതം പോലും വല്ലാതെ മടുത്ത ഒരവസ്ഥയിലായിരിക്കും. ഇന്ന് ഈ ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കാൻ കാരണം ഞാൻ അടുത്തിടെ അറിഞ്ഞ ഒരു അനുഭവമാണ്. താന് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇനി ഒരാൾക്കും ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇത് ഇവിടെ പങ്കുവെക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ആ അനുഭവം ഞാനിവിടെ പങ്കുവെക്കുകയാണ്. ഒരുപക്ഷെ ഈ പ്രശ്നത്തിന്റെ ഗൗരവം എത്രയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് അത് ഉപകരിക്കും. അടുത്തിടെ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും എന്നോട് സംസാരിക്കാനായിട്ടിടയായി. ആ കുട്ടി ഒന്നും സംസാരിക്കാതെ വെറുതെ മുഖം കുനിച്ചിരിക്കുകയായിരുന്നു. ആ ചെറുപ്പക്കാരനാണ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്. അവള് വളരെ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയാണ്. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ജോലിയിൽ നന്നായിട്ട് ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. ആത്മവിശ്വാസമെല്ലാം വല്ലാതെ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു. ഇവളെ എങ്ങനെയെങ്കിലും എനിക്ക് പഴയ ആ പ്രസരിപ്പുള്ള കുട്ടിയായിട്ടൊന്ന് മാറ്റിയെടുക്കണം, അതിന് ഒന്ന് സഹായിക്കാമോ എന്നാണ് അയാൾ എന്നോട് ചോദിച്ചത്. ആ കുട്ടിയുടെ കാര്യത്തിൽ അയാൾക്കുള്ള താല്പര്യം കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിച്ചത് അയാൾ ആ കുട്ടിയുടെ ഭർത്താവാണെന്നാണ്. എങ്കിലും ഒന്ന് കൺഫേം ചെയ്യുന്നതിനായിട്ട് ഞാനത് അയാളോട് ചോദിച്ചു. അപ്പോൾ പക്ഷെ അവർ രണ്ടുപേരും ഒന്നും മിണ്ടാതെ പരസ്പരം മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ പെട്ടെന്ന് അയ്യോ സോറി, എനിക്ക് തെറ്റിപ്പോയോ, സുഹൃത്തോ സഹോദരനോ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് അയാൾ മറുപടി പറഞ്ഞത് അല്ല എന്നായിരുന്നു. അപ്പൊ പിന്നെ ആര് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ അയാൾ മടിച്ച് ആ ഒരു കാര്യം എന്നോട് പറഞ്ഞു. ഇവള് എന്റെ ഭാര്യ ആയിരുന്നു, ഇപ്പൊ പക്ഷെ ഞങ്ങള് നിയമപരമായി വേർപിരിഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. കാരണം ആ കുട്ടിയുടെ കാര്യത്തിൽ ഇത്രയധികം താല്പര്യം കാണിക്കുന്ന ഒരാള് എന്തിന് അവളിൽ നിന്നും വേർപിരിഞ്ഞു? അപ്പോൾ അയാൾ അതിന്റെ കാരണം പറഞ്ഞു. അയാളുടെ മാതാപിതാക്കളോടൊപ്പമായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. തന്റെ അമ്മയിൽ നിന്നുമുള്ള വൈകാരിക പീഡനങ്ങളിൽ നിന്നും അവളെ പൂർണ്ണമായും രക്ഷിക്കാൻ ഇതല്ലാതെ വേറെ ഒരു വഴിയും ഞാൻ കണ്ടില്ല എന്ന്. അയാളും ഭാര്യയും വളരെ സന്തുഷ്ടകരമായ ഒരു കുടുംബജീവിതമായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ മകൻ തന്റെ ഭാര്യയെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നതും കരുതുന്നതും ഒക്കെ കണ്ടിട്ട് മകന്റെ മനസ്സിൽ തന്റെ സ്ഥാനം ഇല്ലാതാകുന്നു എന്ന് ചിന്തിച്ച ആ അമ്മ അവിടെ തന്റെ അധികാരം ഉറപ്പിക്കാനായിട്ട് കണ്ട വഴി എന്ന് പറയുന്നത് മരുമകളെ പല രീതിയിലും വേദനിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഇത് അവളെ പല രീതിയിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവര് അതൊക്കെ നിശബ്ദം സഹിച്ച് വർഷങ്ങൾ മുൻപോട്ട് പോയി. പക്ഷേ അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവളെ വല്ലാതെ ബാധിച്ചു തുടങ്ങിയപ്പോൾ അമ്മയോട് അതിനെപ്പറ്റി തുറന്ന് സംസാരിച്ചു. പക്ഷെ ആ വർഷങ്ങള് കടന്നുപോയിട്ടും ആ അമ്മ തന്റെ സ്വഭാവത്തിൽ അല്പം പോലും മാറ്റം വരുത്താനായിട്ട് തയ്യാറായില്ല. അപ്പോ അമ്മയുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഭാര്യയെ രക്ഷിക്കാനായിട്ട് അയാൾ കണ്ട വഴിയാണ് വിവാഹമോചനം എന്നുള്ളത്. അതിനെപ്പറ്റി അയാൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ വിവാഹമോചനത്തിന് ശേഷം ഒരു ദിവസം പോലും ഞാൻ സന്തോഷമായിട്ടിരുന്നിട്ടില്ല. ഭാര്യയെ ഉപേക്ഷിച്ചതിൽ ഞാൻ സന്തോഷവാനാണ് എന്ന് അമ്മയുടെ മുൻപിൽ അഭിനയിച്ച് ഞാൻ ജീവിക്കുകയാണ്. അമ്മയുടെ ഭാഗത്താണ് തെറ്റെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒരു തെറ്റും ചെയ്യാത്ത ഭാര്യയെ ഉപേക്ഷിച്ചതിലുള്ള കുറ്റബോധത്തില് നീറിയാണ് ഞാൻ ഇന്ന് ഓരോ ദിവസവും മുൻപോട്ട് നീക്കുന്നത്. ഉറക്കം എനിക്ക് തീരെയില്ല. അത് മാത്രമല്ല, മുൻപില്ലാതിരുന്ന പലവിധ രോഗങ്ങളും ഇപ്പോൾ എന്നെ അലട്ടുന്നു. എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ചില വാചകങ്ങളായിരുന്നു അത്. 30കളുടെ തുടക്കത്തിലുള്ള ജീവിതം ഒന്ന് ശരിയായി ജീവിച്ചു തുടങ്ങുക മാത്രം ചെയ്തിട്ടുള്ള ആ ചെറുപ്പക്കാരൻ ഇന്ന് പലവിധ രോഗങ്ങളുടെ പിടിയിലാണ്. എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നാൽ അവിടെ നമ്മൾ ധാർമ്മികമായിട്ടോ വൈകാരികമായിട്ടോ ചിന്തിച്ചാൽ ഒരിക്കലും നമുക്ക് ശരിയായ ഒരു തീരുമാനത്തിലെത്താൻ പറ്റില്ല.
കാരണം ഇവിടെ ഇതിനിടയിൽ നിൽക്കുന്ന പുരുഷൻ എന്ന് പറയുന്നത് ഭാര്യയോടും അമ്മയോടും ഒരുപോലെ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. പറഞ്ഞു പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ പറഞ്ഞു പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോവുക. ബന്ധങ്ങൾ നല്ല രീതിയിൽ പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ചില കുടുംബങ്ങളിൽ തെറ്റ് അമ്മയുടെ ഭാഗത്താകാം, ചില കുടുംബങ്ങളിൽ തെറ്റ് ഭാര്യയുടെ ഭാഗത്താകാം. അത് ആരാണെങ്കിലും അത് അവരോട് തുറന്നു പറയാനായിട്ട് തയ്യാറാകുക. ഭൂരിപക്ഷം കുടുംബങ്ങളിലും ഒരുപക്ഷെ ഇങ്ങനെ തുറന്ന് സംസാരിച്ചു കഴിയുമ്പോൾ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടും. കാരണം അമ്മയോ ഭാര്യയോ ആരാണോ തെറ്റുകാരി അവർ വിചാരിച്ചാൽ ഈ പ്രശ്നം വളരെ നിസ്സാരമായിട്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ചിലയിടത്തെങ്കിലും തെറ്റുകൾ തിരുത്താൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായ കാര്യം. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് ആ പുരുഷൻ ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് പോകുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടുപോയാൽ മാത്രം ആവശ്യം വരുന്ന ഒരു കാര്യമാണ് ഇനി പറയുന്നത്. ആരുടെ ഭാഗത്താണോ തെറ്റ് അവരോട് എത്രയൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുത്തതിന് ശേഷവും അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചതിന് ശേഷവും ചിന്തിക്കാനും മാറാനും ആവശ്യത്തിന് സമയവും അവസരങ്ങളും ഒക്കെ കൊടുത്തതിന് ശേഷവും അവര് സ്വഭാവം അല്പം പോലും മാറ്റാൻ തയ്യാറാകാതെ ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുമിച്ച് പോയാൽ മനസ്സമാധാനം ഉണ്ടാവില്ല എന്നുള്ള ഒരു വ്യക്തമായ ബോധ്യമുണ്ടായാൽ, അതായത് ഏതെങ്കിലും ഒരാളോടൊപ്പം നിന്നേ പറ്റൂ എന്നുള്ള ഒരു ഘട്ടം എത്തിയാൽ ഇത്തരം മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന ഒരു പുരുഷൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ രണ്ടു പേരോടും ഉള്ള ഇമോഷനൊക്കെ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് ആ പ്രശ്നങ്ങളെയും ഒന്ന് മാറ്റി നിർത്തി ആരുടെയും സൈഡ് പിടിക്കാതെ ഒരു തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ, അതായത് ഒരു സാക്ഷി ഭാവത്തിൽ നിന്ന് കാര്യങ്ങളെ കൃത്യമായിട്ടൊന്ന് വിലയിരുത്തുക. എന്നിട്ട് ആരുടെ ഭാഗത്താണോ ന്യായം അവരോടൊപ്പം നിൽക്കുക. ശരിയായ ഒരു തീരുമാനത്തിലെത്താനായിട്ട് ഇത് മാത്രമാണ് ആകെയുള്ളൊരു വഴി. കാരണം ധാർമ്മികതയുടെ രീതിയിൽ ചിന്തിച്ചാൽ അമ്മയോടൊപ്പം നിൽക്കാനാണ് സാധ്യത. പക്ഷെ അമ്മയുടെ ഭാഗത്താണ് തെറ്റെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും അമ്മയോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചാൽ നേരത്തെ പറഞ്ഞ ചെറുപ്പക്കാരന്റെ അവസ്ഥയാവും ഉണ്ടാവുക. ഇനി വൈകാരികമായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അവിടെ ഭാര്യയോടൊപ്പം നിൽക്കാനാണ് സാധ്യത. എന്നാൽ ഭാര്യയുടെ ഭാഗത്താണ് തെറ്റെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അവിടെയും വലിയ വ്യത്യാസമൊന്നുമില്ല. അതും കുറ്റബോധം തന്നെയാവും ഉണ്ടാക്കുന്നത്. മാത്രമല്ല അവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ മാനസികമായ ഒരു അടുപ്പവും ഉണ്ടാവില്ല. തമ്മില് മാനസിക അടുപ്പമില്ലാത്ത അച്ഛനോടും അമ്മയോടുമൊപ്പം ജീവിക്കുന്നത് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ ഭാവി ജീവിതത്തെ വരെ ദോഷകരമായി ബാധിക്കും. ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് കൃത്യമായി വിലയിരുത്തി അതനുസരിച്ചൊരു തീരുമാനം എടുക്കുക, അവരുടെ കൂടെ നിൽക്കുക. ഭാര്യയാണെങ്കിൽ ഭാര്യ, അമ്മയാണെങ്കിൽ അമ്മ, അത് ആരായാലും. അങ്ങനെയാണെങ്കിൽ നമ്മളെടുത്ത തീരുമാനത്തെ പറ്റി പിന്നീട് നമുക്കൊരു കുറ്റബോധം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടു പോയാൽ അതിനോട് ഈ രീതിയിൽ സമീപിച്ചു നോക്കുക. സത്യത്തിന്റെയും ന്യായത്തിന്റെയും ഭാഗത്ത് ഉറച്ചു നിൽക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരെയും ദൈവസമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.